നമസ്കാരം, ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. പത്തനംതിട്ട പറക്കോട് ഗ്രീൻ വാലിക്ക് സമീപം ടെലിഫോൺ ടവറിന് മുകളിൽ കയറി യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. കയ്യിൽ പെട്രോളുമായാണ് പറക്കോട് സ്വദേശി രതീഷ് ടവറിന് മുകളിൽ കയറിയത്. അടൂർ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേർന്നു. ശ്രീജിത്ത്, എന്താണ് വിശദാംശങ്ങൾ? എന്താവശ്യം ഉന്നയിച്ചാണ് ആത്മഹത്യാ ഭീഷണി? അക്കാര്യത്തിലൊരു വ്യക്തതയില്ല സുഹേൽ. ഏതാണ്ട് 1.5 മണിക്കൂറായി ഈ യുവാവ് 38 വയസ്സുകാരനായ രതീഷ് പറക്കോട് സ്വദേശി തന്നെയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ പോലീസ് നമുക്ക് നൽകുന്ന വിവരം. പോലീസും അതുപോലെ തന്നെ അടൂർ ഫയർഫോഴ്സും അവിടെ എത്തി ഇയാളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് എത്രയോ അടി ഉയരത്തിൽ തന്നെയാണ് ഇയാൾ ഇപ്പോഴും തുടരുന്നത്. ആവശ്യം എന്താണെന്ന് പോലീസ് അതുപോലെ തന്നെ ഫയർഫോഴ്സും ചോദിക്കുന്നുണ്ട്. പക്ഷെ കാര്യമായി ഒന്നും തന്നെ ഇയാൾ പറയുന്നില്ല. ഇയാൾ മദ്യപിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്നാണ് ഇപ്പോൾ സംശയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇയാൾ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് സജീവമാണ്. അടൂർ ഫയർഫോഴ്സും അതുപോലെ തന്നെ അടൂർ CI അടക്കമുള്ള സംഘം ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ മൊബൈൽ ടവറിന് മുകളിൽ പെട്രോളാണ് കയ്യിലുള്ളത്. അനിഷ്ട സംഭവം ഉണ്ടായാൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്ന് അവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. എന്തായാലും ഇപ്പോഴും അനുനയന ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്നാണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. സുഹൈല. ശരി, പത്തനംതിട്ടയിലാണ് യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. അനുനയിപ്പിച്ച് താഴെ ഇറക്കാനുള്ള ശ്രമം തുടരുകയാണ്. ശ്രീകുമാരനാണ്. ശ്രീജിത്ത്, ഇപ്പോൾ എന്താണ് അവിടെ, ഏത് തരത്തിൽ അനുനയത്തിനാണ് ശ്രമിക്കുന്നത്? ഇയാൾ വഴങ്ങുന്ന ലക്ഷണമുണ്ടോ? വഴങ്ങുന്ന ലക്ഷണമില്ല എന്നാണ് നമുക്ക് അവിടുന്ന് പ്രാദേശിക പ്രതിനിധികളും അതുപോലെ തന്നെ അടൂർ പോലീസും നൽകുന്ന വിവരം. അയാൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നതിനെ കുറിച്ചൊരു വെളിപ്പെടുത്തൽ നടത്താൻ എന്തായാലും പോലീസ് തയ്യാറായിട്ടില്ല. ഫയർഫോഴ്സും അതുപോലെ തന്നെ നാട്ടുകാരും ഇയാളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇയാളൊന്ന് ശമിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 10 നിമിഷത്തിനകം തന്നെ അതിന്റെ മുകളിൽ നിന്ന് താഴെ ഇറക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള പ്രകോപനവും പോലീസോ അല്ലെങ്കിൽ ഫയർഫോഴ്സോ ഇപ്പോൾ ഇയാൾക്ക് മേൽ നടത്തുന്നില്ല. 38 വയസ്സുകാരനാണ്. എന്താണ് ഇയാളുടെ പ്രശ്നം? പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. ഉറക്കെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്, അത് വ്യക്തത വരുന്നില്ല. എന്തായാലും പോലീസിനോട് കൃത്യമായ രീതിയിൽ ഇയാൾ സംസാരിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അടൂർ ഫയർഫോഴ്സ് സ്ഥലത്തുണ്ട്. പ്രദേശത്ത് മുഴുവൻ ഇരുട്ടാണ്. അതുകൊണ്ട് തന്നെ മറ്റു തരത്തിൽ ഏതെങ്കിലും മുകളിലേക്ക് കയറി പോകുകയോ അല്ലെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിക്കുകയോ ചെയ്താൽ അത് പോലീസിനും ഫയർഫോഴ്സിനും വലിയ ബുദ്ധിമുട്ടിലേക്ക് അല്ലെങ്കിൽ തലവേദനയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതുകൊണ്ട് മാത്രമാണ് പോലീസ് അതുപോലെ തന്നെ ഫയർഫോഴ്സും ഇപ്പോഴും താഴെ തന്നെ നിൽക്കുന്നത്. എന്തായാലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുനയന ശ്രമത്തിന് ഈ പറക്കോട് സ്വദേശി രതീഷ് വഴങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസും അതുപോലെ തന്നെ അടൂർ ഫയർഫോഴ്സും ഇപ്പോഴും അവിടെ തന്നെ തുടരുകയാണ്. ഈ സംഭവം അറിഞ്ഞ് വലിയൊരു വിഭാഗം നാട്ടുകാരും അതുപോലെ തന്നെ തൊട്ടടുത്ത ആളുകളും ഒക്കെ തന്നെ അവിടെ സ്ഥലത്തെത്തിയിട്ടുമുണ്ട്. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിശദാംശങ്ങൾ നൽകിയത്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, അനുനയിപ്പിച്ച് യുവാവിനെ താഴെ ഇറക്കാനുള്ള ശ്രമം അവിടെ തുടരുകയാണ്. മറ്റു വാർത്തകളിലേക്കാണ്. സൗദി അറേബ്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കായിക മന്ത്രാലയത്തിന്റെയും അൽ ഖോബാർ നഗരസഭയുടെയും സഹകരണത്തോടെ ലുലു സൗദി സംഘടിപ്പിച്ച വാക്കത്തോൺ ശ്രദ്ധേയമായി. അൽ ഖോബാർ കൊർണീഷിൽ 3 കിലോമീറ്റർ ദൂരം താണ്ടിയ വാക്കത്തോണിൽ വിവിധ രാജ്യക്കാരായ നിരവധി പേർ പങ്കെടുത്തു. ഒളിമ്പിക്സ് വെള്ളിമെഡൽ ജേതാവ് താരിഖ് ഹംദിയായിരുന്നു മുഖ്യാതിഥി. സൗദി രാഷ്ട്രം സ്ഥാപിച്ച സുപ്രധാന കാലത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുമായി സൗദിയുടെ മറ്റൊരു സ്ഥാപക ദിനം കൂടി വന്നെത്തുമ്പോൾ സൗദി കായിക മന്ത്രാലയത്തെയും അൽ ഖോബാർ നഗരസഭയും ചേർത്ത് പിടിച്ചാണ് ലുലു സൗദി കായിക ചരിത്രത്തിൽ മറ്റൊരു അധ്യായം കുറിച്ചത്. അൽ ഖോബാർ കോർണിഷിൽ 3 കിലോമീറ്റർ ദൂരം താണ്ടിയുള്ള വാക്കത്തോണിൽ പങ്കാളികളാകാനും സാക്ഷികളാകാനും എത്തിയതാകട്ടെ നിരവധി വിവിധ രാജ്യക്കാർ. മുഖ്യാതിഥിയായി ഒളിമ്പിക് സിൽവർ മെഡൽ ജേതാവ് താരിഖ് ഹംദി കൂടി എത്തിയതോടെ കായിക പ്രേമികളുടെ ആവേശം കൂടി. സൗദി യുവാക്കളുടെ ഹരമായ താരിഖ് ഹംദിയും ലുലു സൗദി ഹൈപ്പർ മാർക്കറ്റ് എക്സിക്യൂട്ടീവ് മാനേജർ മുഹമ്മദ് ബാബുഷേത്തും ചേർന്ന് മാരത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തതോടെ ആയിരങ്ങൾ നടന്നു നീങ്ങി മറ്റൊരു ചരിത്ര വിസ്മയത്തിലേക്ക്. എല്ലാവരും ഏറെ ആവേശത്തിലായിരുന്നു. മറ്റൊരു നവ്യാനുഭവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ സന്തോഷം. നല്ലൊരു അനുഭവമായിരുന്നു. പ്രവാസികൾക്കും കുടുംബത്തിനും എല്ലാവർക്കും വന്ന് പങ്കെടുക്കാൻ പറ്റി. സൗദി ഫൗണ്ടേഷൻ ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്ത ഈ വാക്കത്തോൺ 5000 പാർട്ടിസിപ്പൻസ് ആണ് പങ്കെടുത്തത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് തികച്ചും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഓവറോൾ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫൗണ്ടിംഗ് ഡേയോടെ സൗദി ഫൗണ്ടിംഗ് ഡേയോടെ അനുബന്ധിച്ച് നടത്തിയതാണ്. അടിപൊളി വൈബായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വാക്കത്തോൺ പങ്കെടുക്കുന്നത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പരിസ്ഥിതി പ്രാധാന്യം ഊന്നി പറയുന്ന ഭാവിയിലേക്കുള്ള ചൂണ്ട് പലക കൂടിയാണ് ലുലു ഇതിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് ലുലു സൗദി ഡയറക്ടർ ഷഹി മുഹമ്മദ് പറഞ്ഞു.
സൗദി പരമ്പരാഗത നൃത്ത കലാരൂപമായ അർദ്ധയും സുംബ ഡാൻസുമെല്ലാം ഒരൊറ്റ വേദിയിൽ സംഗമിച്ചപ്പോൾ അതിരുകളില്ലാതെ ആഘോഷങ്ങളിൽ അലിഞ്ഞു ചേർന്നു അൽക്കോബാർ കോർണിഷിലേക്ക് ഒഴുകിയെത്തിയ ആയിരങ്ങൾ. സുബൈറുദ്ദീനൂർ, 24 ദമ. സൗദിയിലെത്തിയ കോഴിക്കോട് വലിയ ഗാസിയും SYS സ്റ്റേറ്റ് സെക്രട്ടറിയുമായ മുഹമ്മദ് കോയ ജമലുല്ലൈലി തങ്ങൾക്കും പ്രമുഖ പ്രഭാഷകൻ ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂരിനും സ്വീകരണം നൽകി. കമീഷ് വിഷയത്തിലെ SIC സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. മുഹമ്മദ് കുട്ടി മാതാപ്പുഴയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി ജലീൽ കാവനൂർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സലീം ഫൈസി മുഖ്യ പ്രഭാഷണം നടത്തി. ജമലുല്ലൈലി തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഷംസു താജ്, നൌഫൽ ഫൈസി, സാക്കിർ ഉലൂമി, സാദിഖ് ഫൈസി, അബു സമദ് എന്നിവർ സംസാരിച്ചു. ഷാർജയെ താരപ്രഭയിൽ മുക്കി സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ്. CCLന്റെ 10ാമത് സീസണിൽ ആദ്യ മത്സരത്തിൽ കേരള സ്ട്രൈക്കേഴ്സിനെ മുംബൈ ഹീറോസ് പരാജയപ്പെടുത്തി. സൽമാൻ ഖാൻ അടക്കമുള്ള വൻ താരനിര മത്സരം കാണാൻ സ്റ്റേഡിയത്തിലെത്തിയിരുന്നു. ചരിത്രമുറങ്ങുന്ന ഷാർജ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം മറ്റൊരു മനോഹര മത്സരത്തിനാണ് വേദിയായത്. CCLന്റെ 10ാമത് എഡിഷന്റെ തുടക്കം ആവേശോജ്വലമായി. ആദ്യ മത്സരത്തിൽ കേരള സ്ട്രൈക്കേഴ്സ് ബോളിവുഡ് ടീമായ മുംബൈ ഹീറോസിനെയാണ് നേരിട്ടത്. വലിയ പ്രതീക്ഷയോടെയാണ് ഇത്തവണ സീസണെ സമീപിക്കുന്നതെന്ന് കേരള ക്യാപ്റ്റൻ ഇന്ദ്രജിത്ത് പറഞ്ഞു. 10 വർഷമായി ഇതുവരെ അങ്ങനൊരു ട്രോഫി വിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഒരു 2 ടൈംസ് ഫൈനലിലും 3 ടൈംസ് സെമി ഫൈനലിലും കയറിയതാണ്. ഈ വർഷം ഡെഫിനറ്റ്ലി ഫൈനലിൽ കയറി വിജയിക്കാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രവൃത്തി ദിനമായിട്ടും പ്രിയ താരങ്ങളുടെ മത്സരം കാണാൻ UAE വിവിധയിടങ്ങളിൽ നിന്ന് ആയിരങ്ങളാണ് സ്റ്റേഡിയത്തിലെത്തിയത്. ചെണ്ടകൊട്ടിയും ആർപ്പ് വിളിച്ചും ഓരോ നിമിഷവും അവർ അവിസ്മരണീയമാക്കി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട് പോലും ഇത്രയും ആൾക്കാരെ നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ വളരെ സന്തോഷമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മളെ കേരള സ്ട്രൈക്കേഴ്സിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ മലയാളികൾ കൂടുതലുണ്ടെന്നുള്ളത് വളരെ സത്യമാണ്. എന്തായാലും വളരെ ശക്തമായ കളിയാണ്. കേരള സ്ട്രൈക്കേഴ്സ് അടക്കം 8 ടീമുകളാണ് ഇത്തവണ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഷാർജയിൽ അടുത്ത മത്സരത്തിൽ ബംഗാൾ ടൈഗേഴ്സുമായി കളിക്കുന്ന സ്ട്രൈക്കേഴ്സ് മാർച്ച് 2-ന് ഹൈദരാബാദിൽ തെലുഗ് വാരിയേഴ്സുമായും 10-ന് തിരുവനന്തപുരത്ത് ചെന്നൈ റൈനോസുമായും മത്സരിക്കും. 24 ദുബായ്. തിരുവനന്തപുരം കോട്ടൂരിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ കാട്ടാനയാക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. സെക്ഷൻ ഓഫീസർ റെജിക്ക് നേരെയാണ് ആനക്കൂട്ടം പാഞ്ഞെടുത്തത്. റെജിയുടെ ബൈക്ക് ആനകൾ തകർത്തിട്ടുണ്ട്. AV ജയശങ്കർ തിരുവനന്തപുരത്ത് ചേർന്നു. ജയശങ്കർ, എപ്പോഴായിരുന്നു സംഭവം? ദൃശ്യങ്ങൾ കണ്ടിട്ട് പകലാണെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സുഹേൽ, ഇന്ന് വൈകിട്ട് 5:30 കൂടിയായിരുന്നു ഇത്തരത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. കോട്ടൂരിൽ നിന്നും പെട്രോളിംഗിന്റെ ഭാഗമായി പോകുന്നതിനിടെയാണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. 3 ആനകൾ അടങ്ങിയ സംഘം ഇദ്ദേഹത്തിന് നേരെ വന്നു. അതിൽ ഒരു ആനയാണ് ഇയാളെ പിന്നാലെ ഓടിച്ച് ആക്രമിച്ചത്. ഈ ആനയുടെ ആക്രമണത്തിൽ ഈ റെജിയുടെ വാഹനം, ബൈക്ക് തകർന്നിട്ടുണ്ട്. ഈ ആനകൾ നിലവിൽ കാട് കയറിയതായാണ് ഫോറസ്റ്റിന്റെ നിഗമനം. ഇതുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് ഫോറസ്റ്റ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആളുകൾ ജാഗ്രത പുലർത്തണമെന്നാണ് വനംവകുപ്പിന്റെ നിലവിലെ നിർദ്ദേശം. എന്തായാലും വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന വലിയൊരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. വലിയ ചൂടും കാലാവസ്ഥാ വ്യതിയാനവും എല്ലാമാണ് ഭക്ഷണം തേടി നാട്ടിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രധാന കാരണം. എന്തായാലും വനംവകുപ്പ് പ്രദേശത്ത് ജാഗ്രത പുലർത്തുന്നുണ്ട്. സുഹേൽ, ശരി. AV ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. വനം വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജനങ്ങൾ പാലിക്കുക. തിരുവനന്തപുരം വർക്കലയിൽ മദ്യപാനത്തിനിടെ വീടിന്റെ ടെറസിൽ നിന്ന് വീണ മധ്യവയസ്കൻ മരിച്ചു. വർക്കല ചാലിവിള സ്വദേശി നാരായണനാണ് മരിച്ചത്. അയൽവാസിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് ചേർന്നു. MG പ്രതീഷ്, അയൽവാസിയെ കസ്റ്റഡി എടുക്കാൻ കാരണം എന്താണ്? ഇതിലെ ദുരൂഹത എന്താണ്? സുഹൈൽ, ഇന്ന് രാത്രി 10 മണിയോടെയാണ് സംഭവം. വീടിന്റെ ടെറസിലിരുന്ന മദ്യപിക്കുന്നതിനിടെ സുഹൃത്തുക്കൾ തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് ഈ വർക്കല ചാലുവിള സ്വദേശി നാരായണൻ ടെറസിൽ നിന്ന് താഴേക്ക് വീണത്. ഈ സംഭവത്തിൽ നിലവിൽ ഈ നാരായണന്റെ അയൽവാസിയും സുഹൃത്തുമായ അരുണിനെ വർക്കല പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ മദ്യപിക്കുന്നതിനിടെ ഉണ്ടായ തർക്കത്തിൽ ചില വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയും പിന്നീട് അത് ഒരു കയ്യാങ്കളിയിലേക്ക് പോയി എന്നതാണ് പോലീസ് പ്രാഥമികമായും കരുതുന്ന കാര്യം. പിന്നീട് ഈ കയ്യാങ്കളിയിൽ ഈ നാരായണനെ താഴേക്ക് തള്ളി എന്നുള്ളൊരു നിഗമനമാണ് നിലവിൽ പോലീസിന് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വർക്കല പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഈ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്നാണ് വർക്കല താലൂക്ക് ആശുപത്രിയിൽ നാരായണനെ പ്രവേശിപ്പിച്ചത്. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നാരായണന്റെ മരണം സംഭവിച്ചു എന്നതാണ് പോലീസ് ഇപ്പോൾ പറയുന്ന കാര്യം. എന്തായാലും ഈ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിശദാംശങ്ങൾ ലഭിക്കുകയുള്ളൂ. നാളെയോടുകൂടി തന്നെ ഈ മരണത്തിലേക്ക് നയിച്ചതിന്റെ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നതാണ് ഇപ്പോൾ വർക്കല പോലീസ് അറിയിക്കുന്ന കാര്യം.
സുഹൈൽ. ശരി, അപകടത്തിൽ അസ്വാഭാവികത ഉണ്ടെന്ന നിഗമനത്തിൽ അയൽവാസിയെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്ന വാർത്ത വിശദാംശമാണ് MG പ്രതീഷ് തന്നത്. കൊയിലാണ്ടിയിലെ CPIM നേതാവ് PV സത്യനാഥിന്റെ കൊലപാതകം പ്രത്യേക സംഘം അന്വേഷിക്കും. 2 ഡിവൈഎസ്പിമാർ ഉൾപ്പെട്ട 14-അംഗ സംഘത്തിന് കോഴിക്കോട് റൂറൽ SP മേൽനോട്ടം വഹിക്കും. പ്രതി അഭിലാഷിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രതിക്കായി അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. അതിനിടെ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കഴുത്തിലെയും നെഞ്ചിലെയും ആഴമേറിയ മുറിവാണ് മരണത്തിന് കാരണമായത്. അറസ്റ്റിലായ അഭിലാഷിനെ തെറ്റായ പ്രവണതകളുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് നേരത്തെ പുറത്താക്കിയതാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വിലാപയാത്രയെ വീട്ടിലേക്ക് എത്തിച്ച മൃതദേഹത്തിൽ CPIM നേതാക്കളും പ്രവർത്തകരും അന്തിമോപചാരം അർപ്പിച്ചു. കൊലപാതകത്തിന് കാരണം വ്യക്തിവൈരാഗ്യമെന്നാണ് പ്രതിയുടെ മൊഴി. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി പേരാണ് വിലാപയാത്രയിൽ പങ്കെടുത്തത്. വെങ്ങളം മുതൽ കൊയിലാണ്ടി വരെ 6 ഇടങ്ങളിൽ പൊതുദർശനം. കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ്, KK ശൈലജ MLA തുടങ്ങിയ നേതാക്കളും നാട്ടുകാരും അന്തിമോപചാരം അർപ്പിച്ചു. ജന്മനാടായ പെരുവട്ടൂരിൽ 100 കണക്കിന് പേരാണ് സത്യനാഥിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയത്. മുതിർന്ന CPIM നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി അന്തിമോപചാരമർപ്പിച്ചു. സത്യനാഥിന്റെ കൊലപാതകം അന്വേഷിക്കാൻ 14-അംഗ സംഘത്തെ പോലീസ് നിയോഗിച്ചു. കോഴിക്കോട് റൂറൽ SP അരവിന്ദ് സുകുമാരനാണ് മേൽനോട്ടം. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പ്രതി അഭിലാഷ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇന്നലെ രാത്രിയാണ് ക്ഷേത്രോത്സവത്തിനിടെ ശരീരത്തിൽ 6ഓളം വെട്ടുകളേറ്റ് PV സത്യനാഥ് കൊല്ലപ്പെട്ടത്. 24 കോഴിക്കോട്. ജനസമ്മതനായ നേതാവിനെ നഷ്ടപ്പെട്ടതിന്റെ നടുക്കത്തിലാണ് കോഴിക്കോട്ടെ CPIM നേതൃത്വം. ക്രൂരമായ കൊലപാതകത്തിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് വിശദമായി അന്വേഷിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് നാടിനെ നടുക്കിയ കൊലപാതകം. CPIM കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറി PV സത്യനാഥിനെ ചെറിയപ്പുറം ക്ഷേത്രോത്സവത്തിനിടെയാണ് ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഉത്സവവുമായി ബന്ധപ്പെട്ട ഗാനമേള നടക്കുന്നതിനിടെ 33-കാരനായ ചെറുവട്ടൂർ സ്വദേശി അഭിലാഷ് കൊലപ്പെടുത്തുകയായിരുന്നു. നടന്നത് മൃഗീയമായ കൊലപാതകമാണെന്നും പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നത് അന്വേഷിക്കണമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. മൃഗീയമായി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ അർത്ഥത്തിൽ തന്നെയാണ് കൊലപാതകം സംഘടിപ്പിച്ചത്. മുമ്പ് പാർട്ടി മെമ്പറായിരുന്നു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. വളരെ തെറ്റായ നിലപാടിലേക്ക് പോയി എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. പാർട്ടിയായിട്ട് യാതൊരു ബന്ധമുള്ള ആളല്ല. സൗമ്യനായ PV സത്യനാഥിന്റെ കൊലപാതകം വിശ്വസിക്കാനാകുന്നില്ലെന്ന് കാണത്തിൽ ജമീൽ MLA പറഞ്ഞു. അദ്ദേഹത്തിനൊരു വ്യക്തിവൈരാഗ്യം അദ്ദേഹത്തിന് നേരെ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം. 24 കോഴിക്കോട്. കൊയിലാണ്ടി കൊലപാതകവുമായി ബന്ധപ്പെട്ട് CPIM വ്യാജ വാർത്ത പ്രചരിപ്പിച്ചെന്ന് BJPയുടെ പരാതി. കൊലപാതകത്തിന് പിന്നിൽ RSS പ്രവർത്തകരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചെന്നാണ് ആരോപണം. M സ്വരാജ്, M വിജിൻ എന്നിവർക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് BJP പരാതി നൽകിയത്. കർഷകരുടെ കണ്ണീർ. ഹരിയാന പോലീസിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കാതെ യുവകർഷകന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അനുവദിക്കില്ലെന്ന കർഷകർ. 21 വയസ്സുകാരൻ ശുഭ്കരൺ സിംഗിന്റെ മരണത്തിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. തൽക്കാലം ഡൽഹിയിലേക്ക് നീങ്ങേണ്ടതില്ല എന്നാണ് കർഷക സംഘടനകളുടെ തീരുമാനം. പഞ്ചാബ് ഹരിയാന അതിർത്തിയിലേക്ക് കൂടുതൽ കർഷകരെ എത്തിച്ച് സമരം ശക്തമാക്കും. ഡൽഹി നിതിൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചലോ ഡൽഹി മാർച്ച് തൽക്കാലം തുടരേണ്ടതില്ല എന്നാണ് കർഷക സംഘടനകളുടെ തീരുമാനം. ഇന്ന് കർഷക സംഘടനകൾ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസം ഖനൌരിയിലുണ്ടായ പോലീസ് നടപടിക്ക് പിന്നാലെയാണ് 2 ദിവസം മാർച്ച് നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായത്. അതിനുശേഷം ഇന്ന് യോഗം ചേർന്നുകൊണ്ട് പിന്നീട് ഭാവി സമരപരിപാടികൾ തീരുമാനിക്കുകയായിരുന്നു. എന്തായാലും ശംഭു അതിർത്തിയിലും ഖനൌരി അതിർത്തിയിലും കർഷകർ തുടരാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം ഇതിൽ ശുഭകരന് നീതി ഉറപ്പാക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം ഹരിയാന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന്
കേസെടുക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. അതിനുശേഷം മാത്രമേ ശുഭ്കരന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടവും പിന്നീട് സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയുള്ളൂ. അതുവരെ കർഷകർ ഈ ആവശ്യം ഉന്നയിച്ച് സമരം തുടരും. പിന്നീട് മാത്രമേ യോഗം ചേർന്ന് ഡൽഹിയിലേക്ക് പോകുന്ന കാര്യത്തിൽ ഒരു തീരുമാനം അറിയിക്കുകയുള്ളൂ. Somebody has lost his life, a young son, a young brother has lost his life. So in any death, what is the first process? We go and file a FIR on it. So we are insisting. They are giving us, we'll give you 1 crore, we'll give you a government job and all that. But our demand is very clear. The first judicial legal step should be taken. An FIR should be filed against the culprits. That is the stand of Kisan Mazdoor Morcha and SKM, non-political. That first the FIR against the culprits should be fired. After that only you will move to Delhi. Exactly. Move to Delhi is another issue. After that we'll decide a future course of action. അതേസമയം അതിർത്തികളിൽ സമരം ശക്തമാക്കാൻ തന്നെയാണ് കർഷക സംഘടനകളുടെ തീരുമാനം. ഇത്തരത്തിൽ ശംഭു അതിർത്തിയിലും കനൌരി അതിർത്തിയിലും തമ്പടിച്ചുകൊണ്ട് സമരം തുടരും. പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം ആദ്യം ശുഭകരന് നീതി ഉറപ്പാക്കുക, അതിനുശേഷം MSP അടക്കമുള്ള കാര്യങ്ങളിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ സമരത്തിന് രാജ്യവ്യാപകമായുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലും ഇന്ന് കരിദിനം ആചരിക്കുകയും അതോടൊപ്പം തന്നെ പോലീസിന് നടപടി ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അതിലടക്കം വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. പോലീസ് നടപടിയിൽ തന്നെയാണ് വലിയ പ്രതിഷേധം കർഷകർക്കിടെ രൂപപ്പെട്ടത്. കാരണം പഞ്ചാബ് അതിർത്തിയിലേക്ക് ഹരിയാന പോലീസ് കടന്നു ചെല്ലുകയും അതിനുശേഷം വലിയ തരത്തിലുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു. കർഷകരുടെ വാഹനങ്ങളടക്കം കേടുപാടുകൾ സംഭവിച്ചു. ആ ഒരു പശ്ചാത്തലത്തിൽ സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകും. അതേസമയം മാർച്ച് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പിന്നീടാകും തീരുമാനിക്കുക. അതുവരെ അതിർത്തികളിൽ തുടർന്നുകൊണ്ട് സമരം ശക്തമാക്കും. അതിനിടയിൽ ഇന്ന് ദേശീയ സുരക്ഷാ നിയമപ്രകാരം കർഷകർക്കെതിരെ കേസെടുക്കാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തും ഉണ്ടായി. പക്ഷേ പിന്നീട് ഹരിയാന പോലീസിന് ആ ഒരു നീക്കത്തിൽ നിന്ന് പിൻവലിക്കേണ്ടി വന്നു. പ്രത്യേകിച്ചും അത്തരമൊരു നടപടി ഉണ്ടായാൽ കർഷകർ കൂടുതൽ സംഘടിക്കും. അത് വലിയ തരത്തിലൊരു കർഷക സമരത്തിലേക്ക് പിന്നീട് കരുത്താർജിക്കുന്നൊരു നില ഉണ്ടാകും. ആ ഒരു പശ്ചാത്തലത്തിലാണ് പിന്നീട് ഹരിയാന പോലീസിനും ആ നിലപാടിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നത്. അതേസമയം തന്നെ പൊതുമുതൽ നശിപ്പിച്ചടക്കമുള്ള കേസുകളിൽ കർഷക നേതാക്കളിൽ നിന്ന് സ്വത്തുക്കൾ കണ്ടുകെട്ടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്ന നിലപാട് ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും ശംഭു അടക്കമുള്ള അതിർത്തികളിൽ കർഷക സമരം ശക്തമായി തന്നെ തുടരും. പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം ശുഭകരന് നീതി ഉറപ്പാക്കണം എന്നൊരാവശ്യമാണ് പ്രധാനമായും കർഷക സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ശംഭുവിൽ നിന്ന് സന്ദീപ് മാലിക്കിനൊപ്പം നിതിൻ അംബുജൻ, 24. BJP-യിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BJP സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയായി. ശോഭാ സുരേന്ദ്രൻ വയനാട്ടിൽ BJP സ്ഥാനാർത്ഥിയായേക്കും. തൃശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ V മുരളീധരനും പാലക്കാട് C കൃഷ്ണകുമാറും മത്സരിക്കും. BJP സംസ്ഥാന ഘടകം ദേശീയ നേതൃത്വത്തിന് പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക കൈമാറും. വിജയിക്കുക അല്ലെങ്കിൽ വോട്ട് ശതമാനം ഉയർത്തുക. BJP സംസ്ഥാന ഘടകത്തിന് കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇത്. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായി കരുത്തരെ കളത്തിലിറക്കാനാണ് BJP തീരുമാനം. കോഴിക്കോട് മണ്ഡലത്തിൽ പരിഗണിച്ചിരുന്ന സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രന്റെ പേര് വയനാട് കൂടെ പരിഗണിക്കുന്നു. രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ സംസ്ഥാനത്തെ പ്രമുഖ സ്ഥാനാർത്ഥിയെ വയനാട് രംഗത്തിറക്കുമെന്ന് BJP വ്യക്തമാക്കിയിരുന്നു. LDF സ്ഥാനാർത്ഥിയായി ആനി രാജയെ നിശ്ചയിച്ച പശ്ചാത്തലത്തിലാണ് BJP ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കുന്നത്. ശോഭ വയനാട് മത്സരിച്ചാൽ കോഴിക്കോട് MT രമേശിനാണ് സാധ്യത. നിലവിൽ വടകരയിലാണ് MT രമേശിനെ പരിഗണിക്കുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപി, ആറ്റിങ്ങലിൽ V മുരളീധരൻ, പാലക്കാട് C കൃഷ്ണകുമാർ, കാസർഗോഡ് PK കൃഷ്ണദാസ്, മലപ്പുറത്ത് AP അബ്ദുള്ളക്കുട്ടി, പത്തനംതിട്ടയിൽ PC ജോർജ്, കൊല്ലത്ത് PB ഗോപകുമാർ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിൽ. കണ്ണൂരിൽ ഈ അടുത്ത് കോൺഗ്രസിൽ നിന്നെത്തിയ C രഘുനാഥ്, പ്രകാശ് ബാബു എന്നിവരുടെ പേരുകളാണ് സാധ്യതാ പട്ടികയിൽ. പൊന്നാനിയിൽ പ്രഫുൽ കൃഷ്ണൻ, നിവേദിത സുബ്രഹ്മണ്യം, ചാലക്കുടിയിൽ മേജർ രവി, AN രാധാകൃഷ്ണൻ, B ഗോപാലകൃഷ്ണൻ, ആലപ്പുഴയിൽ KS രാധാകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ, എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ അനിൽ ആന്റണി, മഹിളാ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിനീത ഹരിഹരൻ, BJP സംസ്ഥാന വക്താവ് TP സിന്ധുമോൾ എന്നിവരാണ് പട്ടികയിൽ. എറണാകുളം BDJSന് നൽകുന്ന കാര്യവും ആലോചനയിലുണ്ട്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ പേരിനാണ് മുൻതൂക്കം. കലാ സാംസ്കാരിക രംഗത്തെ ചില പ്രമുഖരുമായും തിരുവനന്തപുരത്തിനായി ചർച്ച നടത്തുന്നുണ്ട്. തലസ്ഥാനത്ത് അവസാന നിമിഷം കുമ്മനം രാജശേഖരൻ സ്ഥാനാർത്ഥിയായാലും അത്ഭുതപ്പെടാനില്ല. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ നാളെ ഡൽഹിയിൽ ദേശീയ നേതാക്കളുമായി നടത്തുന്ന ചർച്ചയിൽ അന്തിമ ധാരണയാകും. 29ഓടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. മൂന്നാം സീറ്റിൽ വിട്ടുവീഴ്ചയില്ലാതെ മുസ്ലിം ലീഗ്. മൂന്നാം സീറ്റ് ലഭിച്ചില്ലെങ്കിൽ പരസ്യ പ്രതിഷേധത്തിന് മുസ്ലിം ലീഗ്. UDF യോഗം ബഹിഷ്കരിക്കാനാണ് ആലോചന.
രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിലും കോൺഗ്രസ് ഉറപ്പ് നൽകാത്തതാണ് മുസ്ലിം ലീഗിനെ ചൊടിപ്പിച്ചത്. സീറ്റിന് വേണ്ടി യാചിക്കുകയില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം 24-നോട് പറഞ്ഞു. അപമാനം സഹിച്ച് UDF-ൽ നിൽക്കണോ എന്ന് ലീഗ് തീരുമാനിക്കട്ടെ എന്ന് മന്ത്രി P. രാജീവ് പ്രതികരിച്ചു. മൂന്നാം സീറ്റില്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് നൽകുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കണമെന്നാണ് ലീഗ് നിലപാട്. രണ്ടിലും ഉറപ്പ് ലഭിക്കാത്തതാണ് ലീഗിന്റെ അതൃപ്തിക്ക് കാരണം. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കേണ്ടതില്ലെന്ന നിലപാടിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തി ആവശ്യം നേടിയെടുക്കുക എന്ന നിലപാടിലേക്ക് ലീഗ് മാറി. അണികളുടെ വികാരം കൂടി കണക്കിലെടുത്താണ് നയമാറ്റം. ലീഗിന് മൂന്നാം സീറ്റ് ലഭിക്കുമെന്ന് PMA സലാം. ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുകയാണ്. 25-ാം തീയതി ചർച്ചയുണ്ട്. അതിൽ തീരുമാനമാകണം. വളരെ പെട്ടെന്ന് തീരുമാനം എടുക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇനിയും നീണ്ടുകൊണ്ട് പോകാൻ പാടില്ല എന്ന് മുസ്ലിം ലീഗ് ശക്തമായി ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, അത് തീരുമാനം അണികൾക്ക് കൂടി ആശ്വാസകരമായ ഒരു തീരുമാനമായാൽ പോരെ, പിന്നെ അടുത്ത തീരുമാനത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. UDF-ലെ പ്രബല കക്ഷിയായിട്ടും മൂന്നാം സീറ്റിനായി ലീഗ് ദയനീയമായി യാചിക്കുകയാണെന്ന മന്ത്രി P. രാജീവ്. UDF-ന്റെ കരുത്ത് മുസ്ലിം ലീഗാണ്. നിയമസഭയിൽ മൂന്നിൽ ഒന്ന് സീറ്റ് ലീഗിനുണ്ടായിട്ടും മൂന്നാമതൊരു സീറ്റിന് വേണ്ടി ദയനീയമായി യാചിക്കുകയാണ് ചെയ്യുന്നത്. മലപ്പുറത്തും പൊന്നാനിയിലും LDF ദുർബല സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയതെന്നും ഇത് പിണറായി വിജയനും PK കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള ധാരണയാണെന്നും BJP ആരോപിച്ചു. പിണറായി വിജയന്റെ ആ അടവ് നയം അവരിപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഇവിടെ CPM പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ മലപ്പുറത്തെ 2 സ്ഥാനാർത്ഥികളും വളരെ ദുർബലരാണ്. അത് മഞ്ചേരിയിലായാലും മലപ്പുറത്തായാലും അത് പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ പ്രകടമായ പ്രതിഫലനമാണ് എന്ന് ഞങ്ങൾ പറയാൻ. ലീഗുമായുള്ള തർക്കം പരിഹരിച്ച് എത്രയും വേഗം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തണമെന്ന ആവശ്യത്തിലാണ് കോൺഗ്രസിലെ വലിയൊരു വിഭാഗം. 24 മലപ്പുറം. ഈ റിപ്പോർട്ടോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നന്ദി, ശുഭരാത്രി.